ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കാവൻ എന്ന തമിഴ് സിനിമയുടെ റിവ്യൂ ആണ്. ഈ പടം ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനൊരു പടം ഇറങ്ങിയത് അറിഞ്ഞില്ലായിരുന്നു. ഇന്നലെ മിന്നൊന്നെന്തോ ആണ് ഇങ്ങനൊരു പടം ഇറങ്ങിയതെന്നാണ് അറിഞ്ഞിരുന്നത്. ഇങ്ങനൊരു പടം ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് ഒരാൾ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ കണ്ടു നോക്കി. പടത്തിൻ്റെ കാസ്റ്റ് ഫസ്റ്റ് ഞാൻ പറയാം. വിജയ് സേതുപതി, മെഡോണ സെബാസ്റ്റ്യൻ, ടി രാജേന്ദ്രൻ, വിക്രാന്ത്, ദർശന രാജേന്ദ്രൻ, പിന്നെ ആകാശ് ദീപ്, സൈഗൽ, നാസർ എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ നല്ല പടം. ഡെഫിനറ്റായിട്ട് കാണാൻ പറ്റിയൊരു പൊളിറ്റിക്കൽ സിനിമയാണ്. ഇതിലൊരുപാട് പടത്തിൽ പിന്നെ ഇതിലെന്തെങ്കിലും സ്പോയിലേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഞാൻ സ്പോയിലേഴ്സ് ഉണ്ടോയെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരും. അതുകൊണ്ടാണ് പറയണത്. സ്പോയിലേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നോ സ്പോയിലേഴ്സ്, ഓൺലി പോസിറ്റീവ്സ്. പെർഫോമൻസസ് സൂപ്പർബ്. ആർട്ട് എല്ലാം ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. ജഗനുണ്ട് ഈ പടത്തിൽ കോമഡിയനായിട്ട് അത് മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ജഗനാവട്ടെ ബാക്കിയുള്ളവരാവട്ടെ ഈ സിനിമയിലെ ലീഡ് റോൾസിൽ രാജാണെങ്കിലാവട്ടെ അവരൊക്കെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വന്ന ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതായിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്സ് സൂപ്പർബ്. പിന്നെ എഡിറ്റിങ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി അതൊന്നും ഒന്നല്ലേ അത് സൂപ്പർബായിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അയൻ അനേകൻ എന്നീ രണ്ട് പടം കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുള്ളൂ കേട്ടോ. വേറെ പടം കണ്ടിട്ടുണ്ടോ? മറന്നുപോയതുകൊണ്ടായിരിക്കും ഒക്കെ എന്നീ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത KV ആനന്ദ് എന്ന് പറയുന്ന KV ആനന്ദാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ആടുപൊളി ഡയറക്ഷൻ. പടം ഫസ്റ്റ് ഹാഫ് തൊട്ട് ആദ്യം തൊട്ട് അവസാനം വരെ മീൻസ് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ, ഒരു യൂഷ്വൽ പൊളിറ്റിക്കൽ ത്രില്ലർ ആണെങ്കിലും തന്നെ അത് അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഡീറ്റെയിലായി പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. 2017 ഇറങ്ങിയിരിക്കുന്ന ഈ പടം. ഞാൻ എന്താണെന്ന് അറിയാൻ തരുന്നത് മലയാളം ആ സമയത്തൊന്നും ഞാൻ അറിയാൻ തരുന്നത് എന്താണോ. പിന്നെ മ്യൂസിക് ആൻഡ് BGM പൊളിച്ചിട്ടുണ്ട്. അതായത് ചെയ്തിരിക്കണമെന്ന് ചോദിച്ചാൽ ഹിപ്പ് ഹോപ്പ് തമിഴ ആദി ആണ് അത് ചെയ്തിരിക്കുന്നത്. പൊളിച്ചടുക്കിയിരിക്കണം അന്നൻ. ഹിപ്പ് ഹോപ്പിൻ്റെ പണ്ട് PT സാർ എന്നുള്ള സിനിമയിൽ തുടങ്ങിയ വീരൻ എന്നുള്ള സിനിമയും പിന്നെ PT സാർ എന്നുള്ള സിനിമയൊക്കെ അത്ര ഇഷ്ടം അടിപൊളിയായിരുന്നു. അൻപരിവും ഇഷ്ടപ്പെട്ടുവരുന്നു. പക്ഷേ ഇടയിലൊരു പടം ഇറങ്ങി അത് എനിക്ക് അത്രയൊന്നും പിടിച്ചില്ല. എന്താണ് ശിവകുമാറിൻ സബദോ അങ്ങനൊരു പടം ഇറങ്ങിയത്. പക്ഷെ അത് എനിക്കൊരു ഇത് തോന്നിയില്ല. ഒരു ആവറേജ് പടമായിട്ട് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ഉള്ളതാണ്. സെക്കൻഡ് ഹാഫ് എന്നടാ ഉന്നയിച്ചെടുക്കാൻ ചോദിച്ച മാതിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ബാക്കി വേറെ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതൊന്നും കണ്ടിട്ടില്ല. ചിലതൊക്കെ കണ്ടിട്ടുള്ളൂ. ഒന്നും ഹിപ്പ് ഹോപ്പിൻ്റെ നായകനായിട്ട് വന്നിട്ടുള്ള. പിന്നെ അങ്ങനെ ഒരുപാട് പടത്തിന് മ്യൂസിക് ചെയ്തിരിക്കണമുണ്ട്. പിന്നെ ആമ്പല, പിന്നെ ഏതായിരുന്നടേ ആമ്പല, അരമണை ഫ്രാഞ്ചൈസി എന്ന് പറയണമല്ലോ. അരമണை ഫ്രാഞ്ചൈസിയിൽ പിന്നെ അങ്ങനെ ഒരുപാടെണ്ണത്തിൽ PT സാറ് പിന്നെ അങ്ങേര് അഭിനയിച്ച എല്ലാ പടത്തിലും അങ്ങനെ തന്നെയുണ്ട് മ്യൂസിക് ചെയ്തിരിക്കണം. അതുകൊണ്ട് അത് ഞാൻ അപ്രീഷിയേറ്റ് ആണ്. ഇനി അങ്ങേരുടെ ഗളക്സിയാണെങ്കിൽ അപ്പോർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയെന്ന് പറയാനായിട്ട് എന്താ കണ്ടു നോക്കാം. നട്പെത്തുന്ന ഈ സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മറന്നുപോയതാണ്. അതൊക്കെ നല്ല പടമാണ്. അതിൻ്റെ കാര്യം
എന്തിനാണ് എപ്പോഴോ കയറ്റി വെച്ചത്? ഇത് കവൻ്റെ റിവ്യൂ അല്ലേ പറയണത്. സോറി. പിന്നെ ഈ സിനിമയിൽ വേറെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ PRO, സ്റ്റിൽസ്, സ്റ്റണ്ട് ചെയ്തിട്ടാണ് ദിലീപ് സുബ്ബരായനാണ്. ദിലീപ് സുബ്ബരായൻ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ജിഗർ തണ്ട 2, പേട്ടയ്ക്ക് എങ്ങനെയാണോ ചെയ്തത് എനിക്കറിഞ്ഞൂടാ. ക്യാപ്റ്റൻ മില്ലറിന് അങ്ങനെ ചെയ്തിരിക്കുന്ന ഇങ്ങർക്ക് കബാലിയിൽ എങ്ങനെയാണെന്ന് ഞാൻ തോന്നുന്നു, എനിക്ക് മറന്നുപോയി. അങ്ങനത്തെ കുറച്ച് നല്ല നല്ല പടങ്ങൾക്ക് സ്റ്റണ്ട് ചെയ്ത ആളാണ് ദിലീപ് സുബ്ബരായൻ. അങ്ങനെയുണ്ട് ഇത് പടത്തിന് സ്റ്റണ്ട് ചെയ്ത് 2 ഫൈറ്റ് സീക്വൻസേ ഉള്ളൂ. പിന്നെ എന്തോന്നായിരുന്നു വേറൊന്ന്, പിന്നെ ഡയലോഗ്സ് ആരെ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല എഴുതിയിട്ടുണ്ട്. പ്രൊഡ്യൂസ് ചെയ്തത് ഇപ്പോൾ എയറിൽ കിടക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്, വേറെ ആരുമല്ല, ഖൽപതി S. അഗോരാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഗോട്ടിൻ്റെ പ്രൊഡ്യൂസറുണ്ട്. സോറി, അന്ന് അങ്ങനെ നല്ല പ്രൊഡ്യൂസറായിരുന്നു അങ്ങേരിപ്പോൾ. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ ബിഗിലും നല്ലൊരു പടമായിരുന്നു. പക്ഷേ ഗോട്ട് കണ്ടപ്പോൾ ആകെ മറ്റേ വയസ്സ് വിജയനെ കാണിക്കുന്നത് ഫലമരയാകെ എടുത്തിട്ട് ആ പാട്ടും റിഫറൻസസും വീഡിയോയും പാട്ടും പിന്നെ മറ്റേ വിജയും വരണ മുമ്പത്തെ സീൻസും എൻട്രി വരെയുള്ള സീൻസും കൊള്ളായിരുന്നു. പിന്നെ ഗെയിമേഴ്സ് വന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പിന്നെ മറ്റേ ടൈറ്റിൽ കാർഡ് അടിപൊളിയായിരുന്നു. പക്ഷേ പടം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഒന്നും പറയാനില്ല. അതിനെക്കുറിച്ചൊക്കെ ഒന്നും പറഞ്ഞ് ഞാൻ സമയം കളയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കേരള ഈസ്റ്റ് ബംഗാൾ കളിയിൽ കേരള ജയിക്കട്ടെ. ആദ്യത്തെ കളി പൊട്ടിയതാണ്. രണ്ടാമത്തെ കളി പൊട്ടിയതിൽ വിഷമമുണ്ട്. രണ്ടാമത്തെ കളിയെങ്കിലും ജയിക്കട്ടെ വിചാരിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി യുദ്ധര എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നത്, അതിൽ മാളവികയാണ് നായിക എന്ന് പറയണ കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റിട്ട്. എനിക്ക് എല്ലാവരും പ്രാമമായിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പടത്തിൽ കാണാതെയുള്ള കാര്യം. അതെന്തിലാവട്ടെ അത് കാണണം. പിന്നെ കടൈസയുടെ കപ്പോറ് കാണണം. പിന്നെ 27 അവസാനത്തിൻ്റെ 27 ഒരു പടാവസാനം പറഞ്ഞുണ്ട്. വേറെ ഒന്നും അല്ലടേ, ദേവര പിന്നെ മേഴകം വരണുണ്ട്. നമ്മുടെ കാർത്തി അരവിന്ദ് സ്വാമി കൂടിയുള്ള അത് വരണുണ്ട്. പിന്നെ കപ്പ് വരണുണ്ട് നമ്മുടെ മാത്യുവിൻ്റെ. എന്തായാലും അതൊക്കെ നല്ലതായിട്ട് വരട്ടെ. അതൊക്കെ കാണണം, പറ്റുകയാണെങ്കിൽ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ അവസാനിപ്പിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, അത് നമുക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ. ഡെൽറ്റ വസ്കസ് ആൻഡ് വേറൊന്നുമില്ല. ഡെൽറ്റ വസ്കസ് ആൻഡ്